എല്ലാ DCL കൂട്ടുകാർക്കും പൊന്നോണത്തിൻ്റെ ഹൃദ്യമായ ആശംസകൾ നേരുകയാണ്. രസകരമായ ഒരു അനുഭവം പറയാം കേട്ടോ. ഒരു ഓണത്തിന് സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ തൂശനിലയിൽ ആദ്യം വിളമ്പുന്നത് തുമ്പപ്പൂ ചോറാണെന്നാണ് കവിഭാഷ്യം. തുമ്പപ്പൂ ചോറ് അല്ലെങ്കിലും തുമ്പപ്പൂ പോലുള്ള ചോറ് വിളമ്പി പിന്നീട് പലതരം കറികൾ, പച്ചടി, കിച്ചടി, വേപ്പില, മാങ്ങ, നാരങ്ങാക്കറി, പുളി, ഇഞ്ചി, അച്ചാറ്, ഇങ്ങനെ പലതരം കറികൾ ഇങ്ങനെ വിളമ്പി 16 കൂട്ടവും 28 കൂട്ടമൊക്കെയാണ് ഇപ്പോഴത്തെ കറികൾ. അങ്ങനെ എല്ലാം വിളമ്പി വെക്കുകയാണ് കേട്ടോ. അന്നേരമുണ്ട് ഈ ഇഞ്ചിക്കറി അച്ചാറിനോട് പറയാണ്, നമ്മളെ മാത്രം ഈ തൊട്ട് ശകലം വിളമ്പിരിക്കുകയാണ്, അത് പറ്റിയല്ല, നമ്മളെ ചോറ് പോലെ വേണം, നമ്മളെന്നെ തീരെ ചെറിയ പാർട്ടീസാണോ എന്ന് പറയണം. അപ്പോൾ അച്ചാർ പറയണം, നമ്മൾ ചോറിൻ്റെ അത്രയും ചെന്ന് കഴിഞ്ഞാൽ ഈ കഴിക്കുന്നവരുടെ വയറ് പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റ് ഭയങ്കര ഡീപ്പായിട്ടുള്ള ടേസ്റ്റ് അല്ലേ, നല്ല കട്ടിയുള്ള ടേസ്റ്റ് അല്ലേ, ആഴമുള്ള ടേസ്റ്റാണ്, രുചിയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മതി എന്ന് പറയാണ്. അപ്പോൾ അച്ചാറും ഇഞ്ചിയും കൂടെ നടത്തിയ സംഭാഷണം കേട്ട് ഈ പച്ചടിയും കിച്ചടിയും വേപ്പിലയും മാങ്ങാക്കറിയും എല്ലാം കൂടെ പുളിയും ഇഞ്ചി എല്ലാം കൂടെ ചിരിയോട് ചിരിയാണ്. കാരണം ഈ ഓരോരുത്തർക്കും ഈ തൂശനിലയിൽ ഓരോ സ്ഥലമാണ് അല്ലേ. കൂട്ടുകാർ ഓണം ഉണ്ണുകയാണല്ലോ. ഓണം ഉണ്ണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ എല്ലാ കറികളും ചോറ് പോലെ വാരിക്കോരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സദ്യയാകുമോ? ഇല്ല, സദ്യയാണ് പ്രധാനം, കറിയുടെ അളവല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും, നമ്മുടെ സമൂഹ ജീവിതവും, നമ്മുടെ കുടുംബവും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിലെ മക്കളെല്ലാവരും, എൻ്റെ കൂട്ടുകാരെല്ലാവരും സ്വന്തം വീട്ടിലിരുന്നാണല്ലോ ഓണം ഉണ്ണുന്നത്. അപ്പോൾ വീട്ടിൽ നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, നമ്മുടെ അധ്യാപകരുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ഓരോരോ സ്ഥാനങ്ങളുണ്ട്. അതാണ് ഈ ഓണസദ്യയുടെ ഈ ആ ഒരു വിതരണമുണ്ടല്ലോ, വിളമ്പൽ, അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ സ്ഥാനമുണ്ട്. എല്ലാവരും അതിൻ്റേതായ അളവിൽ വന്നാൽ മാത്രമേ നമ്മുടെ സദ്യക്ക്, ജീവിതമാകുന്ന സദ്യക്ക് രുചി ഉണ്ടാവുള്ളൂ എന്നാണ് സത്യം. ശരിയല്ലെന്ന് കൂട്ടുകാരെ ആലോചിച്ച് നോക്കുകയും. ഇപ്പം നമ്മുടെ പപ്പയേക്കാളും അച്ഛനേക്കാളും അമ്മയേക്കാളും പ്രധാനമായിട്ട് നമ്മൾ ഇന്നലെ കണ്ട ഒരു അപരിചിതൻ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അത് ഈ അച്ചാറ് ചോറിനേക്കാൾ വലുതാകുമ്പോൾ ഒരു സദ്യക്ക് ഉണ്ടാകുന്ന അരുചി പോലെ ആയിപ്പോവില്ലേ അല്ലേ? ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ മാതാപിതാക്കളെയും അധ്യാപകരെയും ഒട്ടും പരിഗണിക്കാതെ ഈ അരികിലൂടെ വരുന്നവരെ മാത്രം പരിഗണിക്കുന്ന ചിലരുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിലും ഈ സദ്യയുടെ രുചി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓണസദ്യയും ഓണപ്പൂക്കളവും ഓണക്കളികളും ഊഞ്ഞാലാട്ടവും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല നല്ല പാഠങ്ങളാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈ പൊന്നോണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നല്ലോണം ഓണസദ്യ ഉണ്ണണം, ഓണപ്പായസം കുടിക്കണം. അപ്പോഴെല്ലാം ഓർക്കേണ്ടത് എന്താണ്? ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ പറ്റി പഠിക്കാനുള്ള പാഠപുസ്തകമാണ്. ഓണസദ്യയുടെ തൂശനിലയിലെ വിവിധ വിഭവങ്ങളുണ്ടല്ലോ, നമുക്ക് ഓരോരോ പാഠങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് ഓണം എന്നത് നമ്മുടെ ഒരുമിച്ചുള്ള ഒന്നാകാനുള്ള വിളിയാണ്. ഇതെല്ലാം കൂടെ ഒന്നാകുമ്പോഴാണ് നമ്മളായി മാറുന്നത്. അതുകൊണ്ട് ഇവിടെയാണെങ്കിലും നമ്മൾ എല്ലാ മതസ്ഥരും, നമ്മൾ ഓരോരുത്തർക്ക് ഓരോരോ പൊസിഷനുണ്ട് സമൂഹത്തിൽ, ഓരോരോ അളവുകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് വസിക്കുമ്പോഴാണ്, ഓരോരുത്തരും അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ആയിരിക്കുമ്പോഴാണ് സമൂഹത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത്. അതുപോലെ ഓണത്തിൻ്റെ ഈ ഒരുമയുടെ സന്ദേശം എല്ലാവർക്കും ഏറ്റുവാങ്ങാം. ഓണം ഏറ്റവും അർത്ഥപൂർണമായ ഒരു ആഘോഷമാകട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ.